ഹായ് നമസ്കാരം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ കാണുന്നൊരു സിനിമ, കേൾക്കുന്നൊരു പാട്ട്, എന്തിന് വെറുതെ സ്ക്രോൾ ചെയ്ത് കളയുന്ന ഇൻസ്റ്റഗ്രാം റീൽസ് വരെ നമ്മുടെ സമൂഹത്തെപ്പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൾച്ചറൽ മെറ്റീരിയലിസം എന്നൊരു അടിപൊളി ഐഡിയയെക്കുറിച്ചാണ്. ചുറ്റും കാണുന്ന പോപ്പ് കൾച്ചറിന് പിന്നിലെ കഥകൾ മനസ്സിലാക്കാനുള്ള ഒരുതരം മാന്ത്രിക കണ്ണടയാണിത്. കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം, എന്തൊരു വെയിറ്റുള്ള വാക്കാണല്ലേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കഥകളി, ക്ലാസിക്കൽ മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു ചോദ്യം, അപ്പോൾ നമ്മുടെ ട്രെൻഡിംഗ് മീമുകളോ, പുതിയ സിനിമയിലെ ഹിറ്റ് പാട്ടുകളോ, ഇതൊന്നും കൾച്ചറല്ലേ? അവിടെയാണ് കൾച്ചറൽ മെറ്റീരിയലിസം ഒരു ഗംഭീര ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. അത് പറയുന്നു, ഈ സാധാരണ കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ലൈഫിലെ ഈ സിമ്പിൾ സംഭവങ്ങൾ ഒരു സമൂഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമെന്ന്. ഓക്കെ, അപ്പോൾ ഈ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന സംഭവം എവിടെ നിന്നാണ് വന്നത്? ഇതിന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോകണം, ഇതിന്റെ ബേസിലേക്ക്. ഇതിന്റെ എല്ലാം വേരുകൾ കിടക്കുന്നത് ക്ലാസിക് മാർക്സിസ്റ്റ് ചിന്തകളിലാണ്. ഒരു വീട് പണിയുന്നത് പോലെ ആലോചിച്ചു നോക്കൂ. ഏറ്റവും പ്രധാനം അതിന്റെ ഫൗണ്ടേഷനല്ലേ? മാർക്സിസ്റ്റ് ചിന്തയനുസരിച്ച് ഒരു സമൂഹത്തിന്റെ ഫൗണ്ടേഷനാണ് ഇക്കണോമിക് ബേസ് അഥവാ സാമ്പത്തിക അടിത്തറ. അതായത് പണം, ഫാക്ടറികൾ, ടെക്നോളജി, അതുപോലെ ആര് ജോലി ചെയ്യുന്നു, ആൾക്കതിന്റെ ലാഭം കിട്ടുന്നു എന്നൊക്കെയുള്ള ആ ഒരു സിസ്റ്റം. ഇതാണ് ഒരു സമൂഹത്തിന്റെ എൻജിൻ. അപ്പോൾ ആ ഫൗണ്ടേഷന്റെ മുകളിൽ നമ്മൾ പണിയുന്ന വീടില്ലേ, അതാണ് സൂപ്പർസ്ട്രക്ചർ. അതിലാണ് നമ്മുടെ കല, നിയമം, മതം, വിദ്യാഭ്യാസം, എന്തിന് നമ്മളെ കാണുന്ന സിനിമകളും പാട്ടുകളുമെല്ലാം വരുന്നത്. അപ്പോൾ ക്ലാസിക് മാർക്സിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അടിത്തറയാണ് മുകളിലുള്ള എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. ബേസ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും സൂപ്പർസ്ട്രക്ചറും. കണ്ടില്ലേ, ഇതൊരു വൺ വേ ട്രാഫിക് പോലെയാണ്. വളരെ സിമ്പിൾ. എക്കണോമിക് ബേസ് തീരുമാനിക്കുന്നു, സൂപ്പർ സ്ട്രക്ചർ അതനുസരിച്ച് മാറുന്നു. പണം എങ്ങോട്ടാണോ ഒഴുകുന്നത്, അങ്ങോട്ട് തന്നെയായിരിക്കും സംസ്കാരവും ഒഴുകുന്നത്. അത്രയുള്ളൂ. പക്ഷേ ഒരു സംശയം തോന്നാം, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മളിതൊന്നും ചോദ്യം ചെയ്യാതെ അങ്ങ് അംഗീകരിക്കുന്നത്? അവിടെയാണ് ഐഡിയോളജി അഥവാ പ്രത്യയശാസ്ത്രത്തിന്റെ എൻട്രി. സമൂഹത്തിലെ പവറുള്ള ക്ലാസിന്റെ ആശയങ്ങൾ, ഇതൊക്കെയാണ് ശരി, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയെല്ലാം കോമൺ സെൻസിന്റെ ഭാഗമാക്കി മാറ്റുന്നു. ഇതൊരു ഇൻവിസിബിൾ ഗ്ലൂ പോലെ ഈ സിസ്റ്റത്തിനെ പിടിച്ചു നിർത്തുന്നു. ഓക്കെ, പക്ഷേ ശരിക്കും കാര്യങ്ങൾ ഇത്ര സിമ്പിളാണോ? നമ്മുടെ സംസ്കാരം വെറുമൊരു പാവയാണോ? സാമ്പത്തിക വ്യവസ്ഥ ചരട് വലിക്കുന്നതിനനുസരിച്ച് തുള്ളുന്നൊരു പാവ? ഒരുപക്ഷേ ഈ ബന്ധം നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഈ ഒരു ചോദ്യത്തിനാണ് റെയ്മണ്ട് വില്യംസിനെ പോലുള്ള പുതിയ ചിന്തകർ ഉത്തരം നൽകിയത്. അവർ പറഞ്ഞു, ഹേയ്, ഒരു മിനിറ്റ്, കൾച്ചർ വെറും ഒരു കണ്ണാടിയല്ല, അതിന് തിരിച്ച് എക്കണോമിക് ബേസിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഇതൊരു ടൂ വേ സ്ട്രീറ്റാണ്, വൺ വേ അല്ല. വില്യംസിന്റെ ഏറ്റവും ഫേമസ് ആയൊരു വാചകമുണ്ട്, കൾച്ചർ ഈസ് ഓർഡിനറി, സംസ്കാരം സാധാരണമാണ്. എന്താ അതിന്റെ അർത്ഥം? കൾച്ചർ എന്ന് പറയുന്നത് മ്യൂസിയത്തിൽ വെക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ, നമ്മുടെ കോളേജ് കട്ടിയിലെ തമാശകൾ, അതെല്ലാമാണ് കൾച്ചർ. അത് നമ്മൾ ഓരോരുത്തരുടേതുമാണ്. സോ ഈ ഒരു അടിപൊളി ചിന്തയിൽ നിന്നാണ് നമ്മൾ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന ഐഡിയയിലേക്ക് എത്തുന്നത്. ഇനി നമുക്കിതിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് ഡൈവ് ഇൻ. അപ്പോൾ എന്താണ് ഈ കൾച്ചറൽ മെറ്റീരിയലിസം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊരു തരം കൾച്ചറൽ ഡിറ്റക്റ്റീവ് വർക്കാണ്. അതായത് ഷേക്സ്പിയറിന്റെ ഒരു നാടകത്തെപ്പറ്റി പഠിക്കുന്ന അതേ സീരിയസ്നെസ്സോടെ ലേറ്റസ്റ്റായി വൈറലായ ഒരു ടിക്ടോക്ക് വീഡിയോയെക്കുറിച്ചും ഇത് പഠിക്കും. എന്തുകൊണ്ട് ആ വീഡിയോ ആ സമയത്ത് വൈറലായി, അതിനു പിന്നിലെ സാമൂഹിക, സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇവിടുത്തെ ചോദ്യം. ഇനി പറയാൻ പോകുന്നത് ഒരു അടിപൊളി കോൺസെപ്റ്റാണ്. വില്യംസ് പറയുന്നത് ഏത് സമയത്തും നമ്മുടെ സമൂഹത്തിൽ 3 തരം കൾച്ചർ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, ഡോമിനന്റ്, ഇതാണ് മെയിൻ സ്ട്രീം, ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റ് സിനിമകൾ, പോപ്പ് പാട്ടുകളൊക്കെ. 2, റെസിഡ്യുവൽ, ഇത് പണ്ടത്തെ ഓർമ്മകളാണ്, ഇപ്പോഴും നമ്മൾ പാടുന്ന നാടൻ പാട്ടുകൾ പോലെ. 3, എമർജന്റ്, ഇതാണ് പുത്തൻ താരോദയം, മെയിൻ സ്ട്രീമിനെ ചോദ്യം ചെയ്യുന്ന പുതിയ റാപ്പർമാരെ പോലെ, അല്ലെങ്കിൽ പുതിയ യൂട്യൂബ് ചാനലുകൾ പോലെ. ഇനി കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഐഡിയ ആണ് സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിംഗ്. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. നമ്മളൊരു 80കളിലെ സിനിമ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സമയത്തൊരു പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടില്ലേ? ആ കാലഘട്ടത്തെക്കുറിച്ചൊരു പ്രത്യേക വൈബ്. അതിനെയാണ് വില്യംസ് സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്ന് വിളിക്കുന്നത്. അത് നിയമങ്ങളോ ഐഡിയോളജിയോ ആകുന്നതിന് മുൻപുള്ള ഒരു പൊതുവായ അനുഭവം, ഒരു മൂഡ്. ഓക്കെ, ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഇതിൽ നമ്മൾ എവിടെയാണ് വരുന്നത്? നമ്മൾ വെറുതെ ഇതെല്ലാം കണ്ടിരിക്കുന്ന ഓഡിയൻസ് മാത്രമാണോ? അല്ല, അതാണ് ഏറ്റവും വലിയ പോയിന്റ്. നിങ്ങൾ വെറും ഒരു കാഴ്ചക്കാരനല്ല. ഈ പോയിന്റിലാണ് സ്റ്റുവർട്ട് ഹാൾ എന്ന മറ്റൊരു പ്രധാന ചിന്തകൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, മീഡിയ നമുക്കൊരു മെസ്സേജ് അയക്കുന്നത് പോലെയാണ്. സിനിമയുടെ ഡയറക്ടർ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്ത് നമുക്ക് അയക്കുന്നു.
പക്ഷേ ആ കത്ത് തുറന്നു വായിക്കുന്ന നമ്മൾ, അതായത് ഓഡിയൻസ്, അതിനെ ഡീകോഡ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ്. ഈ മോഡൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്റ്റെപ്പ് 1 എൻകോഡിംഗ്. ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയോ പരസ്യമോ ഒരു പ്രത്യേക അർത്ഥം മനസ്സിൽ വെച്ച് ഉണ്ടാക്കുന്നു. സ്റ്റെപ്പ് 2 ടെക്സ്റ്റ്. ആ സിനിമ നമ്മുടെ മുന്നിലെത്തുന്നു. സ്റ്റെപ്പ് 3 ഡീകോഡിംഗ്. നമ്മൾ, പ്രേക്ഷകർ, നമ്മുടെ സ്വന്തം അറിവും അനുഭവം വെച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇവിടെയാണ് പവർ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഈ ഡീകോഡിംഗ് 3 തരത്തിലാകാം. 1 ഡോമിനന്റ് റീഡിംഗ്. ഡയറക്ടർ എന്ത് പറഞ്ഞോ അത് നമ്മൾ അതേപടി വിശ്വസിക്കുന്നു. 2 നെഗോഷിയേറ്റഡ് റീഡിംഗ്. നമ്മൾ പറയും, പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷേ ആ ഒരു പോയിന്റിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ കുറച്ചെടുക്കും, കുറച്ച് തള്ളും. 3 ഒപ്പോസിഷണൽ റീഡിംഗ്. ഇത് കട്ടയ്ക്ക് എതിർക്കലാണ്. പറയുന്നതൊന്നും ശരിയല്ല, ഞാനിത് പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്ന് പറയുന്ന രീതി. അപ്പോൾ എന്തിനാണ് നമ്മളിതൊക്കെ അറിയുന്നത്? 1, കാരണം ഇത് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിന്, നമ്മൾ കാണുന്ന സിനിമകൾക്കും ട്രോളുകൾക്കും വരെ വില നൽകുന്നു. 2, പോപ്പ് കൾച്ചർ വെറും തമാശയല്ല, അത് ചിലപ്പോൾ ഒരു പ്രതിഷേധം കൂടിയാകാം എന്ന് ഇത് നമ്മളെ കാണിച്ചു തരുന്നു. 3, ഇത് ചരിത്രം പഠിക്കുന്നത് സാധാരണക്കാരുടെ, നമ്മളെപ്പോലുള്ളവരുടെ അനുഭവങ്ങളിലൂടെയാണ്. ചുരുക്കത്തിൽ നമ്മുടെ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ക്രിട്ടിക്കലായി മനസ്സിലാക്കാനുള്ള ഒരു അടിപൊളി ടൂൾ കിറ്റാണ് കൾച്ചറൽ മെറ്റീരിയലിസം. ഓക്കെ, അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നമ്മൾ എമർജന്റ് കൾച്ചറിനെ പറ്റി സംസാരിച്ചില്ലേ? അതായത് പുതുതായി വരുന്ന മെയിൻ സ്ട്രീമിനെ വെല്ലുവിളിക്കുന്ന ഐഡിയകൾ. അങ്ങനെ ഇന്നത്തെ ഡോമിനന്റ് കൾച്ചറിനെ ചോദ്യം ചെയ്യുന്ന എന്ത് എമർജന്റ് ഐഡിയകളാണ് നിങ്ങൾക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ഇൻസ്റ്റാഗ്രാം സ്ക്രോളിൽ ഉത്തരം കിട്ടിയേക്കാം. ചിന്തിക്കുക.